തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചില കാര്യങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ വൈകി ഉത്തരം ലഭിക്കും, ചില കാര്യങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ ഉടൻ ഉത്തരം ലഭിക്കും. 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൻ്റെ 43 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏലിയാവിനെ പ്രവാചകനാണ്, ഭാരപ്പെട്ടിട്ടുണ്ട്, പ്രയാസപ്പെട്ടിട്ടുണ്ട്. ആഹാബിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലാതെ മഴ പെയ്യുകയില്ല. അത് ഏലിയാവോ പറഞ്ഞത്, നമ്മളാരുമല്ല പറയുന്നത്, ഏലിയാവ് പറഞ്ഞതാണ്. ഞാൻ പറയുമ്പോൾ മഴ പെയ്യും. പെട്ടെന്ന് തീ ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ തീ ഇറക്കി ദഹിപ്പിച്ചു. പക്ഷേ മഴ പെയ്യണമെന്ന് പറഞ്ഞിട്ട് ഏലിയാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ചിട്ട് ദാസനെ വിടുമ്പോൾ ഒരു കൈമേഘം കാണുന്നെന്ന് വന്ന് മറുപടി പറയുക. അപ്പോൾ ഉത്തരം 2 തരത്തിലും ആകാം. പക്ഷെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ഏലിയാവാകണം. ഏലിയാവിനെ പോലെ ആ പ്രവാചക ദൗത്യത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കണം. ആ പ്രവാചക ദൗത്യത്തിൽ എത്തിക്കുമ്പോൾ ഭയവും പ്രയാസവും ഒക്കെ ഉണ്ടാവും, പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവും. അതിന് മധ്യത്തിൽ ധീരതയോടെ ധൈര്യത്തോടെ നിൽക്കാനുള്ള കെൽപ്പ് ശക്തിയും നമുക്കുണ്ടാകണം. ഇവിടെ ഏലിയാവിൻ്റെ വിശ്വാസം, വി സെർവ് എ സൂപ്പർ നാച്ചുറൽ ഗോഡ്, ഡോണ്ട് ഗിവ് അപ്പ്. നൗ വെയർ ഗോഡ് ഈസ് ടേക്കിംഗ് യു ഈസ് ടു ടേക്ക് അൺഷേക്കബിൾ ഫെയ്ത്ത്. ദൈവം നിന്നോട് സംസാരിച്ചിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് നീ പുറകോട്ട് പോകരുത്. ദൈവം നിന്നോടൊരു വിഷയം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെക്കൊണ്ട് തന്നെ അത് സാധിപ്പിച്ചെടുക്കും. നീ അതിൽ നിന്ന് പുറകോട്ട് പോകരുത്. ദൈവം നിന്നെക്കൊണ്ട് അത് സാധിപ്പിച്ചെടുക്കും. കണ്ണു നടക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ, ഏലിയാവിനെ പോലെ ആ പ്രവാചക ശബ്ദം ഞങ്ങളിൽ ലഭിക്കുവാൻ, ഏലിയാവിൻ്റെ ജീവിതശൈലി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ശൈലിയാക്കി മാറ്റിയെടുക്കുവാൻ സഹായിക്കണം. കർത്താവെ, ഭാരപ്പെട്ടും ഭയപ്പെട്ടും ഒക്കെ ഇരുന്നെങ്കിലും കർത്താവെ, നിൻ്റെ മകൻ്റെ വാക്കിൻ്റെ മുൻപിൽ ദൈവം പ്രവർത്തിച്ചതുപോലെ ആ വലിയ ജീവിതം ഞങ്ങൾക്കും തെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾക്ക് ഭക്തിയോടെ കാത്തിരിക്കുന്ന മറുപടി ലഭിക്കാത്തവരുണ്ടെങ്കിൽ, ഭക്തിയോടെ പ്രാർത്ഥനയ്ക്ക് മറുപടി പെട്ടെന്ന് ലഭിച്ചവരുണ്ടെങ്കിൽ, ഇത് രണ്ടും ദൈവത്തിൻ്റെ പദ്ധതികളാണെന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിനെല്ലാറ്റിനും ഒരു സമയമുണ്ടല്ലോ. ആ ദൈവിക സമയത്ത് മാത്രമേ ആ കാര്യങ്ങൾ സാധ്യമാകുകയുള്ളല്ലോ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലന്മാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, ഓർഫനേജുകളിലും ജയിലുകളിലും കഴിയുന്നവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, ബെഡിഡനായിട്ടുള്ളവർ, സ്കൂളുകൾ, കോളേജുകൾ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, ലോകമെമ്പാടും വിവിധ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി വിവിധ ശുശ്രൂഷകളിൽ കർത്താവ് ഏൽപ്പിച്ച വിവിധ ശുശ്രൂഷകൾ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള എല്ലാ ശുശ്രൂഷകർക്കായി പ്രാർത്ഥിക്കുന്നു. ചിലരെ അപ്പസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ വിവിധ ശുശ്രൂഷകൾക്ക് ഉപദേശകന്മാരായി വിളിച്ചിരിക്കുമ്പോൾ അവരവരെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പ്രവർത്തിക്കുവാനുള്ള ദൈവകൃപ, ദൈവശക്തി തെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും പ്രാപിച്ച് ശുശ്രൂഷിക്കാനുള്ള ശക്തി ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും നൽകിക്കാട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലെസ് യു.